ഗോകുൽ ഇപ്പോഴും ഈ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? അല്ലാതെ പറ്റണ്ടേ? ഉറക്ക എന്റെ 7 അയലത്ത് പോലും വരുന്നില്ല. ഓരോ നിമിഷവും മനസ്സിൽ കൂടെ കടന്നു പോകുന്ന 1000 ചിന്തകളാ. ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോ സ്ട്രെസ് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിന്റെ താളം വല്ലാതെ തെറ്റിപ്പോകുന്നു. ഏയ് പേടിക്കണ്ട, ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാ. ഇനി സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ നമ്പർ തരാം. വേണ്ട, ഗോകുൽ പറയുന്ന തന്നെയാ എനിക്ക് വിശ്വാസം. പക്ഷേ ഗൂഗിളിന്റെ പ്രൊഫഷണൽ ഇത്രയും ടെൻഷൻസ് ഒക്കെ സ്വാഭാവികമല്ലേ? പ്രൊഫഷണലിലെ ടെൻഷനും ജീവിതത്തിലെ ടെൻഷനും ഒന്നും എനിക്കിപ്പോ രണ്ടായി കാണാൻ കഴിയുന്നില്ല. എല്ലാം ഒന്ന് തന്നെ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാം കൂടെ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ. ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നത്? ഗൂഗിളിനെ പോലെ ഉയർന്ന ചിന്താഗതിയും വലിയ മനസ്സുള്ള ഒരാള് ഇത്രയ്ക്ക് നിസ്സാരമായിട്ട് ചിന്തിക്കാമോ? ഇന്ന് ഡോക്ടർ പ്രവീൺ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ലോകത്തിനോട് മുഴുവൻ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാം, പക്ഷേ വീടിനുള്ളിൽ സമാധാനം പോയാൽ അതോടെ എല്ലാം പോയി. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അത് ശരിയാ. മുന്നോട്ടുള്ള എന്റെ ജീവിതത്തില് സമാധാനിക്കാനും സന്തോഷിക്കാനുമായി എനിക്കിനി എന്താ ഉള്ളത്? എന്റേതാണെന്ന് ഞാൻ കരുതിയതൊന്നും എന്റേതായിരുന്നില്ല എന്നുള്ള സത്യം എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞു. ഈ സ്ട്രെസ്സിന്റെ ഒരു പ്രധാന കാരണം അതാ. ഗൂഗിൾ എന്റെ കാര്യം തന്നെ പറഞ്ഞു വരുന്നത്. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഗൂഗിൾ ഒരു മുഴുഭ്രാന്തനായി പോകുന്ന ഇപ്പൊ എന്റെ സംശയം. ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗൂഗിൾ എന്നും സന്തോഷത്തോടെ തന്നെ ഉണ്ടാവണം. ഇനി ഗൂഗിളിനോട് മറ്റൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്താടോ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ.